നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. KS ചിത്ര എന്ന് കേട്ടാൽ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചിത്രയുടെ ചിരി കണ്ടാൽ തന്നെ മനസ്സും നിറയും. മുഖത്ത് ഒരു ചെറു ചിരി പോലും ഇല്ലാത്ത മലയാളത്തിന്റെ പ്രിയ ഗായികയുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് KS ചിത്ര. ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്ര ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്ര. 1979 MG രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ ദൈവത്തെ പോലും സംശയിച്ച നാളുകളുണ്ടെന്ന് പറയുകയാണ് KS ചിത്ര. ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഓർക്കും, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന്. എന്നാൽ ദൈവം തീരുമാനിച്ചത് തന്നെ നടക്കുകയുള്ളൂ എന്നാണ് ചിത്ര പറയുന്നത്. ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചോ, ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തോ, റിയാലിറ്റി ഷോയിലെ കുട്ടികളോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഇനി അവർ എന്നെ പ്രാഗിയതാണോ എന്നൊക്കെ ഓർത്തുപോകും. അങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ദൈവമുണ്ടോ എന്നൊക്കെ ഓർത്തുപോകും. എന്നാൽ പല ഘട്ടങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ദൈവമുണ്ടെന്ന് വിശ്വാസം വരും. അതുവരെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു, വിളക്ക് വെച്ച് എന്നൊക്കെ ചിന്തിക്കും. പിന്നെ എനിക്കൊരു കാര്യം ബോധ്യമായി, നമ്മുടെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് നടക്കും. അത് ഡെസ്റ്റിനിയാണ്. എഴുതി വെച്ചത് എന്തായാലും നടക്കും. പക്ഷെ അതിൽ നിന്നും പുറത്തു വരാനുള്ള ശക്തിയാണ് ദൈവം ചെയ്യുന്നത്. സത്യമാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ സുഖവും ദൈവം കൊടുക്കും. ആർക്കെങ്കിലും എല്ലാവർക്കും ഓരോ കുറവ് ദൈവം തരും. ആര് എവിടെ എഴുതി വെച്ചു? മനുഷ്യരുണ്ടാക്കിയ ദൈവം. അതല്ലേ ജാതിയും മതവും മനുഷ്യനെ വേർതിരിച്ചത്. എത്യോപ്യയിൽ നിന്നും ഉത്ഭവിച്ച അന്ന് തന്നെ ദൈവം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ചിത്രയുടെ വീഡിയോയിൽ നിറയുന്നത്. അതേസമയം സംഗീത ലോകത്ത് വർഷങ്ങളായി സ്നേഹവും ബഹുമാനവും നേടിയ ഗായിക KS ചിത്ര അടുത്തിടെ ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ഭയം തുറന്നു പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയ പേടിയാണ് എനിക്ക് എന്നാണ് ചിത്രയുടെ സുതാര്യമായ സമ്മതം. എവിടെ പോയാലും ആരെങ്കിലും ഫോണുമായി കൂടെ ഉണ്ടാകും. അത് കാണുമ്പോൾ തന്നെ ഭയമാകും. ദൈവമേ, ഇവർ ഏത് ഭാഗം കട്ട് ചെയ്ത് ഇടാനാണ് പോകുന്നത് എന്ന് ചിന്തിക്കും. അങ്ങനെ പറയാൻ കാരണമായ അനുഭവവും ചിത്ര പങ്കുവച്ചു. അടുത്തിടെ രവീന്ദ്രൻ മാഷിന്റെ പേരിലുള്ള ഒരു അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു ചിത്ര. വേദിയിലെത്തിയ ഒരു കസേരയിൽ ഇരുന്ന് തന്നെയായിരുന്നു. അപ്പോഴും സെറ്റിലായിട്ടില്ലാത്ത അവസ്ഥയായിരുന്നു. കയ്യിലെ ബൊക്കെ പോലും മാറ്റിയിരുന്നില്ല. പരിചയക്കാർ വന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു സ്ത്രീ ഫോട്ടോ എടുക്കാനായി എത്തിയത്. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവരുടെ കൈകൾ എന്റെ മുടിയിൽ അമർന്നു. അന്ന് ഞാൻ തലയിൽ ഒരു അധിക വെപ്പുമുടി കൂടി വെച്ചിരുന്നു. ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് അത് ഊരി വീണാൽ നാണക്കേടാവില്ലേ എന്ന് ചിത്ര ചോദിക്കുന്നുണ്ട്. കൈ മുടിയിൽ അമർന്നപ്പോൾ തല ചെറുതായി വലിഞ്ഞുപോയി. എന്നാൽ ആ സ്ത്രീയുടെ കൈ തട്ടിമാറ്റാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അതിനാൽ മുടിയിലാണ് കൈ അമർന്നിരിക്കുന്നത് എന്ന് വിനയത്തോടെ പറഞ്ഞതാണ്. പക്ഷേ ആ വാക്കുകൾ മാത്രം കട്ട് ചെയ്ത് ആരോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്നാണ് ചിത്ര പറയുന്നത്. അതിനുശേഷം വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ വേദനിപ്പിച്ചതായി ചിത്ര തുറന്നു പറയുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളല്ല, പക്ഷേ ആരെങ്കിലും എല്ലാം അയച്ചു തരും. അങ്ങനെയാണ് ഞാൻ പലതും കാണുന്നത് എന്നാണ് ചിത്ര പറഞ്ഞത്. ആ സ്ത്രീക്ക് ശേഷവും നിരവധി പേർ വന്ന് ഫോട്ടോ എടുത്തു പോയെങ്കിലും മുടിയിലാണ് കൈ എന്ന് പറഞ്ഞ ആ ചെറിയ ഭാഗം മാത്രമാണ് പ്രശ്നമായതെന്നും ചിത്ര വ്യക്തമാക്കി. വേദിയിൽ മധുരസ്വരമായി നിറയുന്ന ഗായികയുടെ ജീവിതത്തിൽ ആ ഒരു ചെറിയ നിമിഷം എങ്ങനെ തെറ്റായി അവതരിപ്പിക്കപ്പെടാമെന്നതിന്റെ ഉദാഹരണമായിരുന്നു. പ്രശസ്തിയോടൊപ്പം വരുന്ന ഒരു പുതിയ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ എന്ന് ചിത്രയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തപ്പെടുന്ന കാലത്ത് ഓരോ വാക്കും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്ന ഭയമുള്ളതായും ചിത്ര പറഞ്ഞിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 2002 ഡിസംബറിൽ KS ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകൾ പിറന്നത്. സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ചിത്ര. ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായിബാബയാണെന്ന് ചിത്ര മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ 2011 ഏപ്രിൽ 14 ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു. സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത്. AR റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്ര. സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ദുരന്തമുണ്ടായത്. കുട്ടിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നീന്തൽക്കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് 9 വയസ്സു മാത്രമായിരുന്നു പ്രായം. അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ ഏപ്രിൽ 14 മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞൊരു കുറിപ്പും കുറച്ച് ചിത്രങ്ങളും ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയാറില്ല. നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളിലാണ് ചിത്രയുടെ ജീവിതം.
നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നതാണെന്ന് ചിത്ര ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞിരുന്നു. കുഞ്ഞിനെ ദത്തെടുക്കാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം. അതുവരെ തങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം അറിയില്ല എന്നും അതിനാലാണ് ദത്തെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര പറഞ്ഞിരുന്നു. ഇപ്പോൾ നന്ദനയെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെന്നും ചിത്ര പറഞ്ഞു. മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നതെന്നും നന്ദനയുടെ മരണം ജീവിതത്തിന് തന്ന ആഘാതം വലുതാണെന്നും ചിത്ര അന്ന് ഓർത്തെടുത്തിരുന്നു. ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം തനിക്ക് താങ്ങാൻ കഴിയുമെന്നും മകളുടെ മരണത്തേക്കാൾ വലിയ ആഘാതമൊന്നും തനിക്കിനി വരാനില്ല എന്നും ചിത്ര അന്ന് പറഞ്ഞിരുന്നു. മലയാളികൾക്ക് കൂടി പ്രിയങ്കരിയായ പാട്ടുകാരിയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൽ ആസ്വാദകരും പങ്കുചേരാറുണ്ട്. മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര. ഒരു വിഷുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും എനിക്ക് പാട്ട് പാടാൻ സാധിച്ചു. ഒരമ്മയെന്ന നിലയിൽ എൻ്റെ മകൾക്ക് എല്ലാം മനസ്സിലാകണമെന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ഒരുക്കിയത്. അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചു. ഈശ്വരനല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. എന്റെ കാര്യത്തിൽ ഈശ്വരൻ ഇങ്ങനെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് മുൻപൊരിക്കൽ ചിത്ര പറഞ്ഞത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി KS ചിത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് മകളുടെ മരണം. മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നത് എന്ന് പോലും ചിത്ര പറഞ്ഞിരുന്നു. എന്നും നിറച്ചിരിയോടെ മാത്രമേ സംഗീതാസ്വാദകർ ചിത്രയെ കണ്ടിട്ടുള്ളൂ. തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി, ബംഗാളി, അസാമീസ് ഭാഷകളിലുമായി 25,000-ലധികം സിനിമാ ഗാനങ്ങൾ ആരാധകരുടെ സ്വന്തം ചിത്രാമ്മ പാടിയിട്ടുണ്ട്. ഇതിനു പുറമെ 7,000-ലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 6 തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2005-ലാണ് ചിത്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം ചിത്രയെ ആദരിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.